കണ്ണിന് മിഴിവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരി വിളക്കിന്റെ വെളിച്ചത്തിൽ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ. ഇത് കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഉത്സവമാണ്. ചമയവിളക്കുമായി ആൺസുന്ദരിമാർ എത്തുന്ന ദിവസമാണിന്ന്. ആണ് പെണ്ണാവുന്ന ഉത്സവ രാത്രി. കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ചവറ ദേശീയപാതയോരത്തുള്ള കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ വർഷം തോറും മീനം 10-നും 11-നും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ്. അഭീഷ്ടകാര്യ സിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവപ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരം മുഴുവനും വിളക്കേന്തിയ പുരുഷാങ്കനമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയവിളക്കേന്തുന്ന ആചാര പെരുമ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തമാണ് കേട്ടോ. ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവ കാഴ്ച കാണുവാനിടയില്ല. പലതരത്തിൽ പല വേഷത്തിൽ കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുല്ലപ്പൂ ചൂടി ആടയാഭരണ വിഭൂഷിതരായി വിളക്കെടുക്കാനെത്തും. കാർക്കൂന്തൽ കോതിയൊതുക്കി നാണത്താൽ മുഖം കുനിച്ച് കടമിഴിയാൽ കവിത എഴുതുന്ന സുന്ദരാംഗനമാർ. ആഗ്രഹ പൂർത്തീകരണത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആഗ്രഹ പൂർത്തീകരണത്തിനായി ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള ഒരു പരകായ പ്രവേശം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൊറ്റൻകുളങ്ങര ക്ഷേത്രവും പരിസരവും പുരുഷാങ്കനമാരുടെ വിളക്കിൻ പ്രഭയാൽ തിളങ്ങുന്ന രാത്രിയാണ് ചമയവിളക്ക് ഉത്സവത്തിന്റെ 2 നാൾ. ആചാരപ്രകാരം എല്ലാ വർഷവും മീനം 10-11 തീയതികളിലാണ് ചമയവിളക്ക് ആഘോഷിക്കുക. ആയിരക്കണക്കിന് സ്ത്രീവേഷധാരികളായ പുരുഷന്മാർ വ്രതമനുഷ്ഠിച്ച് വിളക്കെടുത്ത് ക്ഷേത്ര പരിസരത്തെത്തും. വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരും ചമയമിടാൻ മേക്കപ്പ് മാന്മാരെ കൊണ്ടുവരുന്നവർ പോലും ഇവിടെയുണ്ട്. സിനിമയിലും സീരിയലിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ് മാന്മാരുടെ സഹായത്താൽ നന്നായിട്ട് പണം ചെലവിട്ട് താരപരിവേഷത്തോടെ ഒരുങ്ങിയെത്തുന്നവരുമുണ്ട് ഇവിടെ. ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവന്നാൽ മാത്രം മതി. പിന്നെ മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ കൂടെ വരുന്നവർ പോലും തിരിച്ചറിയില്ല. സ്ത്രീകൾ പോലും അത്ഭുതം കൂറി നോക്കി നിന്നു പോകുന്ന അംഗലാവണ്യത്തോടും ശരീരഭാഷയോടുമാണ് പുരുഷന്മാർ വിളക്കെടുക്കുവാൻ അണിഞ്ഞൊരുങ്ങുന്നത്. അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ച 5 തിരിയുള്ള വിളക്കാണ് ചമയവിളക്ക്. ദേവീ പ്രീതിക്കായി ഈ വിളക്ക് തെളിയിച്ചാണ് പുരുഷാങ്കനമാർ കാത്തിരിക്കുക. ഈ പെൺവേഷം കെട്ടുന്നതോടെ ഇവരുടെയൊക്കെ ഈ നടപ്പും ഭാവവും ശരിക്കും പെണ്ണിൻ്റെതായിട്ട് തന്നെ മാറുന്നു. പട്ട് സാരിയും സെറ്റുമുണ്ടും ചുരിദാറും പിന്നെ വേഷത്തിനിണങ്ങുന്ന കമ്മൽ, മാല, വളകൾ, പോരാത്തിന് ശൃംഗാരഭാവത്തിലുള്ള ചിരിയും. ആണുടലുകളിൽ പെണ്ണഴകു വിടർത്തുന്ന ചമയപ്പുരകളും ചമയവിളക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങളും ഫോട്ടോ എടുക്കുന്ന താൽക്കാലിക സ്റ്റുഡിയോകളും കൊച്ചു കൊച്ചു കടകളും അങ്ങനെ ഈ ദിവസങ്ങളിൽ കൊറ്റംകുളങ്ങര മറ്റൊരു ലോകമായി മാറും. ഉടലഴകിന്റെ സൗന്ദര്യ കാഴ്ചകളായിരിക്കും ചുറ്റും. നെയ്ത്തിരി വിളക്കിന്റെ പ്രഭയിൽ നാണം കലർത്തിയ ചിരിയും ശൃംഗാരഭാവവുമായി അതിസുന്ദരികൾ ഒഴുകി നടക്കും. അവരെ അസൂയയോടുകൂടി നോക്കി മാറി നിൽക്കുന്ന നിറം മങ്ങിയ പാവങ്ങളാണ് യഥാർത്ഥ സ്ത്രീകൾ. പയ്യന്മാർ ഈ മോഹിനികൾക്കൊപ്പം സെൽഫി എടുക്കുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. പട്ടുസാരിയുമായി പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് പുരുഷാങ്കനമാരിൽ ഏറെയും. ചുരിദാർ ധരിച്ചെത്തുന്ന ചെറിയൊരു വിഭാഗവും ഇല്ലാതില്ല കേട്ടോ. ചെറുപ്രായത്തിലുള്ള ആൺകുട്ടികളെ അണിയിച്ചൊരുക്കുക അധികവും അമ്മമാരും പെങ്ങന്മാരുമായിരിക്കും. തന്നേക്കാൾ സുന്ദരിയായി മാറിയ ഭർത്താവിന്റെ കൈപിടിച്ച് വിളക്കിൽ എണ്ണ പകർന്ന് അടുത്തു നിൽക്കുന്ന ഭാര്യമാരും ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളിൽ ഒന്ന് മാത്രം. ഇന്നലെ വരെ മീശ പിരിച്ച് ഗൗരവക്കാരനായി നിന്ന ഭർത്താവ്
തന്റെ അടുത്ത് നാണം കുണുങ്ങി തല കുനിച്ച് നിൽക്കുമ്പോൾ ഭാര്യമാരുടെ മനസ്സിലും ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരി കൂടി നമുക്ക് കാണുവാൻ കഴിയും. ഈ അപൂർവമായ ആചാര വൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധയിലെത്തിയ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പല പരിസരം. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു അത്രേ. ഭൂതക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു. ഈ സ്ഥലത്ത് പശുവിനെ മേയ്ക്കുവാനെത്തിയ കുട്ടികൾ തെങ്ങിൽ നിന്നും അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കുവാൻ ശ്രമിച്ചു. നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര വരികയും കുട്ടികൾ ഭയന്ന് മുതിർന്നവരെ വിവരം അറിയിക്കുകയും ചെയ്തു. നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വെപ്പിച്ചു. ശിലയിൽ വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നായിരുന്നു പ്രശ്നവിധി. അന്നു മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. കാനന പ്രദേശമായിരുന്നതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകുവാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ ആൺകുട്ടികൾ ബാലികമാരായ വേഷമണിഞ്ഞ് ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി. ദേവീ സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു. ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ പേര് കൊറ്റംകുളങ്ങര എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതത്രേ. വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ ഇവിടെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു. കൊറ്റംകുളങ്ങരയിലെ ചമയവിളക്ക് വിശേഷങ്ങൾ അവസാനിക്കുന്നേയില്ല. ചമയവിളക്കുമായി എത്തിയ ആൺസുന്ദരിമാരെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.